ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള 15 നോമ്പിലെ 3-ാമത്തെ ദിവസത്തെ ധ്യാനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്ന ട്രൂ ഫെയ്ത്ത് മീഡിയയുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ അലക്സിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് സഭയിൽ ഉന്നതമായ സ്ഥാനമാണ് സഭ നൽകിയിരിക്കുന്നത്. ശ്ലീഹന്മാരുടെ രാജ്ഞി, എല്ലാ വിശുദ്ധന്മാരെക്കാളും ശുദ്ധിമതികളെക്കാളും ഉന്നതരായിട്ടുള്ളവർ എന്നുള്ള സ്ഥാനമൊക്കെ നമ്മൾ നൽകി അലങ്കരിക്കുന്നതുകൊണ്ടാണ്, ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോട്, തമ്പുരാനെ പറ്റി അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള നോമ്പ് പോലും സഭയിൽ വളരെ പൗരാണിക കാലം തൊട്ട് രൂപം കൊണ്ടത് എന്ന് മനസ്സിലാക്കണം. അമ്മയുടെ നിര്യാണത്തെ സംബന്ധിച്ചും സ്വർഗത്തിലേക്കുള്ള ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെടലിനെ സംബന്ധിച്ചും വിവിധങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഉണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏകദേശം 95 ഏതൻസിലെ ബിഷപ്പായിരുന്ന മോർ ദിവനാസ്യൂസ് അരോഗ്യഗേജിന്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രേഖയിൽ പറയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായാൽ എഴുതപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു സുറിയാനി രേഖയിലും പറയുന്ന സമാനമായിട്ടുള്ള സംഭവമാണ്. അമ്മയുടെ നിര്യാണ സമയം അടുത്തപ്പോൾ ആത്മാവിൽ ഭൂമിയുടെ 4 അതിരുകളിൽ നിന്നും ശ്ലീഹന്മാർ യെരുശലേമിൽ എത്തിച്ചേർന്നു. മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ എത്തുമ്പോൾ അല്പം വൈകിപ്പോയി. വായുമണ്ഡലത്തിൽ വെച്ച് അമ്മയുടെ എടുക്കപ്പെടൽ മാർത്തോമാ ശ്ലീഹ കണ്ടു. അമ്മ തന്റെ ഇടക്കെട്ട് മാർത്തോമാ ശ്ലീഹായ്ക്ക് ഒരു സമ്മാനമായിട്ട് നൽകി. ആ കിട്ടിയ ഇടക്കെട്ടുമായി മാർത്തോമാ ശ്ലീഹ യെരുശലേമിൽ വന്നപ്പോൾ ശ്ലീഹന്മാർ അമ്മയുടെ കബറടക്കം നിർവഹിച്ചതിന് ശേഷം വിഷാദത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുകൊണ്ടുപോയി മാലാഖമാരും ദൂതന്മാരും എല്ലാം ഇറങ്ങി വന്ന് അമ്മയെ എടുത്തുകൊണ്ട് പോകുന്നതിന് മാർത്തോമാ ശ്ലീഹ സാക്ഷിയായി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവർ പിന്നീട് അമ്മയുടെ കബർ തുറന്ന് പരിശോധിക്കുകയും അത് ശൂന്യമായി കാണപ്പെടുകയും അങ്ങനെ അമ്മ ആത്മാവിന്റെ ശരീരത്തിന്റെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് സഭയുടെ ശക്തമായ പാരമ്പര്യമായി തീരുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. AD 521 സെറുഗിലെ വിശുദ്ധ യാക്കോബ് എഴുതിയ ആരാധന ഗാനങ്ങളിലും ഇതേ ആശയം തന്നെ കാണുവാനായിട്ട് കഴിയും. ഇന്ത്യയിൽ മാർത്തോമാ ശ്ലീഹ എത്തിയതായിട്ടുള്ള സംഭവവും മറ്റും അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലെ ആരാധനാ ഗീതം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഇത് സഭയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിശ്വാസ പാരമ്പര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു ഡോക്ടറിനായിട്ടൊന്നും സഭ ഇത് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പാരമ്പര്യമായി, വളരെ പിതാക്കന്മാരാൽ പഠിപ്പിക്കപ്പെട്ട വളരെ ഉന്നതമായ ഒരു പാരമ്പര്യമായിട്ട് സഭയിൽ നിലനിൽക്കുന്നു. അമ്മയെ ശരീരപ്രകാരം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കുന്നതിന് വേദപുസ്തകപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിന് പ്രമാണങ്ങൾക്ക് എതിരുമല്ല. ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് പോയതിനാൽ കാണാതെയായി എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കണം. അതുപോലെ തന്നെ ദൈവത്തിന്റെ വളരെ വീരനായിട്ടുള്ള പ്രവാചകൻ ഏലിയാവ്, ദൈവം അഗ്നിത്തേരിന്മേൽ അവനെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് എലീശ പ്രവാചകൻ സാക്ഷിയാകുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. എനിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച പ്രവാചകന്മാരെ എടുത്തുകൊണ്ട് പോകുന്നവരായ ദൈവതമ്പുരാൻ തനിക്ക് ജന്മം നൽകി, തനിക്ക് മാനുഷികമായിട്ടുള്ള ശരീരം നൽകിയ അമ്മയെ ആ ശരീരം ദ്രവത്വം കാണാതെ സ്വർഗത്തിലേക്ക് കരയറ്റിക്കൊണ്ടു പോയി എന്ന് വിശ്വസിക്കുന്നതിൽ നമുക്ക് അല്പം പോലും അമാന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അമ്മയെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളും പഠിപ്പിക്കലുകളും എല്ലാം സഭ വളരെ ശ്രേഷ്ഠമായി കാണുമ്പോൾ തന്നെ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുണ്ട്. ആ ഭാഗത്തേക്ക് ഇന്ന് കൂടുതൽ ഡീപ്പായിട്ട് പോകുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയോടുള്ള ഭക്തിയും ആദരവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം അത് ഒന്നുകൂടി സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ അല്പം പോലും സംശയിക്കേണ്ടതില്ല എന്ന് ഒന്ന് ഉറപ്പിച്ചു പറയുവാനായിട്ട് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഉന്നയിക്കുന്ന ഒരു കാര്യം, അമ്മയെ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള സഭയുടെ ചരിത്രത്തിലൊന്നും കാണുന്നില്ലല്ലോ, അവിടെ കൊണ്ട് അവസാനിച്ചുവല്ലോ അമ്മയുടെ മിനിസ്ട്രി. അമ്മ അത്ര സഭയ്ക്ക് ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ പ്രത്യേകമായ ഒരു സംഗതി എന്ന് പറയുന്നത് പത്രോസ് ശ്ലീഹായുടെ തുടർന്നുള്ള പ്രവർത്തന ശൈലിയും പ്രവർത്തന മേഖലയും തന്റെ രക്തസാക്ഷി മരണവും പൗലോസിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ലഭിക്കുന്നെങ്കിലും രക്തസാക്ഷി മരണവും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നതും സഭ സ്ഥാപിച്ചതും ഒക്കെ
ബൈബിളിന് പുറത്തുള്ള പാരമ്പര്യങ്ങളാണ്. എന്നാൽ അതൊക്കെ നടന്ന കാര്യങ്ങളും വളരെ കൃത്യതയും വ്യക്തതയുമുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം എഴുതപ്പെട്ട് കഴിഞ്ഞതോടുകൂടി പരിശുദ്ധ റൂഹ സഭയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. നേരെ മറിച്ച് സഭയുടെ കെട്ടുറപ്പിന് വേണ്ടി പരിശുദ്ധ റൂഹ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും സഭയിൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ പാരമ്പര്യങ്ങളൊക്കെ തന്നെ സഭയ്ക്ക് വേദപുസ്തകത്തിന് പുറത്തുള്ള പല പാരമ്പര്യങ്ങളും വേദപുസ്തകത്തോളം തന്നെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സഭ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അമ്മയുടെ പ്രസക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ഏക മധ്യസ്ഥതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെയാണ് നമ്മൾ അമ്മയോടുള്ള മധ്യസ്ഥത അണയ്ക്കുന്നത്. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എന്നുള്ള പരിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് പല സംശയം ഉന്നയിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാനാവിലെ കല്യാണത്തിന് അമ്മയുടെ മധ്യസ്ഥതയാലാണ് ആദ്യത്തെ അതിശയം പോലും നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതിന് ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം, അത് അമ്മ ശരീരപ്രകാരം മരിക്കുന്നതിന് മുമ്പ് ആ പുത്രനോടുകൂടി ആയിരുന്നപ്പോഴാണല്ലോ എന്ന്. നമ്മൾ ഓർത്തിരിക്കണം, അമ്മ ഇന്നും ശരീരത്തോടുകൂടി പുത്രനോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. തന്നെ സ്നേഹിച്ച 1-2 വ്യക്തികൾ മർരൂബ മലയിലെ അനുഭവത്തിൽ മോശയും ഏലിയാവും കർത്താവിനോടുകൂടി ശരീരപ്രകാരം താബോർ മലയിലേക്ക് ഇറങ്ങി വരികയും പത്രോസും യാക്കോബും യോഹന്നാനും അവരെ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അമ്മയെ എടുത്തുകൊണ്ടുപോയെങ്കിൽ ഇന്നും ശരീരപ്രകാരം എടുത്തുകൊണ്ടുപോയ അമ്മ പുത്രൻ തമ്പുരാന്റെ സന്നിധിയിൽ ശരീരപ്രകാരം തന്നെ ഇരിക്കുന്നു. ഗ്ലോറി മൗത്തീകരിക്കപ്പെട്ട ശരീരപ്രകാരം ഇരിക്കുന്നു. ആ മൗത്തീകരിക്കപ്പെട്ട ശരീരപ്രകാരം ഇരിക്കുന്ന അമ്മ നമ്മൾക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥതയാണ്. അവിടുത്തോട് മധ്യസ്ഥത അണയ്ക്കുന്നതിൽ നമ്മൾ അല്പം പോലും സംശയം രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ചിലർ ഉന്നയിക്കുന്നത് അമ്മയ്ക്ക് പുത്രന്റെ ജനനത്തിന് ശേഷം മറ്റു മക്കളൊക്കെ ഉണ്ടായി സാധാരണ കുടുംബജീവിതം നയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ മക്കളെന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കർത്താവിന്റെ സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന യാക്കോബ്, യൂസഫ്, ശിമയോൻ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മക്കളെ കുറിച്ചുള്ള പ്രതിപാദനം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അങ്ങനെ കർത്താവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കാണപ്പെടേണ്ടതാണ്. രണ്ടാമതായി അവിടെ മക്കളെ കാണുന്നില്ല, സഹോദരങ്ങളെ കാണുന്നില്ല. ശിഷ്യനായ യോഹന്നാനെയാണ് അമ്മയുടെ ചുമതല ഏൽപ്പിക്കുന്നത്. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെ പരിശോധിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നു യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയ. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യം, സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മറ്റൊരുകാര്യത്തെ മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ കർത്താവിന്റെ ചുവട്ടിൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. അത് അവരുടെ അമ്മ വേറെയാണ്, എന്നെ പറയാൻ അമ്മയല്ല. ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കൂട്ടർ ഉന്നയിക്കുന്നത് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിൽ അമ്മ ശിഷ്യന്മാരോടുകൂടി പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷ അവസാനിച്ചതിന് ശേഷം അമ്മയുടെ പദവിയിൽ നിന്ന് ഒരു സാധാരണ ശിഷ്യയുടെ റോളിലേക്ക് അമ്മ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ചിതറിപ്പോകാമായിരുന്ന ശിഷ്യന്മാരെ ചേർത്ത് പെന്തക്കോസ്ത് പെരുന്നാളിൽ അവരെ കൊണ്ടുവന്ന് ഒരുമിച്ച് പരിശുദ്ധ ആത്മ അഭിഷേകത്തിനും നിറവിനും വേണ്ടി കാത്തിരിക്കുന്ന അമ്മയാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധ റൂഹായെ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാപിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷനായി ആത്മാവിന്റെ മേൽ വരുന്ന സർവശക്തന്റെ കൃപ നിന്റെ മേൽ നിഴലിടുമെന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ വചനിപ്പിന്റെ സമയത്ത് തന്നെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവളാണ് പരിശുദ്ധ കന്യകമറിയം അമ്മ. അല്ലാതെ പെന്തക്കോസ്ത് പെരുന്നാളിൽ അതിനെ നിറവിനെ പ്രാപിക്കേണ്ടത് അത്യാവശ്യമുള്ള ആളല്ല. എന്നാൽ സ്ത്രീയന്മാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സഭയുടെ ജന്മദിനമാകുന്ന ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന അമ്മയാണ് നമ്മൾ കാണുവാനായിട്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ കാതലായിട്ടുള്ള 3 കാര്യങ്ങളിലും സഭ പണിയപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് കർത്താവിന്റെ മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരത്തിന് അമ്മ ഭാഗവാക്കായി തീരുന്നു. അതുപോലെ തന്നെ രക്ഷണീയമായ കഷ്ടാനുഭവം പാസ്ക, അതിന് അമ്മ സാക്ഷിയാണ്. അതുപോലെ പെന്തക്കോസ്ത്,
ഈ പെരുന്നാളിൽ പരിശുദ്ധ റൂഹായുടെ സഭയുടെ ആരംഭം കുറിച്ച പെന്തക്കോസ്തി പെരുന്നാളിൽ അമ്മ അവിടെ സാക്ഷിയാണ്. 3 കാര്യങ്ങൾക്കും ശക്തമായ സാന്നിധ്യമായി അമ്മയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ഉണ്ടായ വെളിപാടിന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യവും അതുപോലെ തന്നെ 12-ാം അധ്യായത്തിന്റെ ആരംഭവാക്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 11:19. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അതാണ് അനുഗ്രഹീതൻ. അമ്മയെ സംബന്ധിച്ചുള്ള പല പ്രതീകങ്ങളെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന പല പ്രതീകങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രതീകം എന്ന് പറയുന്നത് മോശ കണ്ടതായിട്ടുള്ള കത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള മുൾപ്പടർപ്പ്, എന്നാൽ അത് വെന്തുപോകുന്നില്ല. അതുപോലെ ഗിദെയോൻ പരിശോധിച്ചതായിട്ടുള്ള തന്റെ കമ്പിളി രോമക്കെട്ട് അകം നനഞ്ഞിരിക്കുന്നതും പുറം നനയാതിരുന്നതുമായ നേരെ തിരിച്ചും ഉള്ളതായിട്ടുള്ള തന്റെ തുകൽ. അതുപോലെ മറ്റൊന്നാണ് സാക്ഷിയിൻ പെട്ടകം എന്ന് പറയുന്നതായിട്ടുള്ള വലിയതായിട്ടുള്ള പ്രതീകം. ഇവിടെ നമ്മൾ പറയുകയാണ് സാക്ഷിയിൻ പെട്ടകം സ്വർഗത്തിൽ വിശുദ്ധ യോഹന്നാൻ കാണുകയാണ്. ഈ കർത്താവിന്റെ കാലത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് സാക്ഷിയിൻ പെട്ടകം അപ്രത്യക്ഷമായതാണ്. ആ സാക്ഷിയിൻ പെട്ടകം സ്വർഗത്തിൽ യോഹന്നാൻ കണ്ടു എന്ന് പറയുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രതീകം. പിന്നീട് വരുന്ന വാക്യത്തിൽ പറയുന്നതും അത് തന്നെയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പവും അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷിയും പെട്ടകം നമ്മെ ഒരു പ്രതീകമായിട്ട് ചിത്രീകരിക്കാൻ എന്താണ് കാരണം? സാക്ഷി അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്ഷിയും പെട്ടകത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? നിയമത്തിന്റെ 2 കൽപ്പനകൾ, മന്നായിട്ട് വെച്ച പിൻപാത്രം, മന്നായോട് കൂടിയ പിൻപാത്രം, അഹ്റോന്റെ തളർത്ത വടി. ഇനി അമ്മയുടെ ഉദരത്തിൽ എന്തൊക്കെയാണ് അമ്മ വഹിച്ചതെന്ന് നോക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ നമ്മൾ കാണുന്നു പിതാവാം ദൈവത്തിന്റെ വചനമായ ലോഗോസായ പുത്രൻ തമ്പുരാൻ. അവിടെ അതുപോലെ തന്നെ മന്നയിട്ട് വെച്ച പിൻപാത്രം, ഇസ്രായേൽക്കാർക്ക് മരുഭൂ യാത്രയിൽ ഭക്ഷണമായി തീർന്ന ഭക്ഷണമാണ് മന്ന. അതുപോലെ കർത്താവ് പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാനാകുന്നു ജീവന്റെ അപ്പം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ആ ജീവന്റെ അപ്പം പിതാവാം ദൈവത്തിന്റെ വചനം. അതുപോലെ അഹ്റോന്റെ തളർത്ത വടി എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? എബ്രായലേഖനം പഠിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗരോഹിത്യത്തെയാണ് അഹ്റോൻ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് നിത്യ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ അഹ്റോന്റെ തളർത്ത വടിയും മന്നായിട്ട് വെച്ച മുൻപാത്രവും നിയമത്തിന്റെ കൽപ്പനകളും ഇറങ്ങി വസിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ആർക്ക് ഓഫ് ദി കവനന്റിൽ സാക്ഷിയും പെട്ടകത്തിൽ ഇരുന്ന അതേ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ ഉദരത്തിലും ഇറങ്ങി വസിച്ചു എന്നുള്ളതാണ്. ഇനിയും ഈ സാക്ഷിയും പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദാവീദ് അതിന്റെ മുമ്പിൽ സന്തോഷത്തോടെ കുതിച്ചു തുള്ളി ചാടുകയാണ്. പരിശുദ്ധ അമ്മയാവുന്ന സാക്ഷിയും പെട്ടകം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യോഹന്നാൻ മാതാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കണ്ടുകൊണ്ട്, കർത്താവിനെ ഉദരത്തിൽ കണ്ടുകൊണ്ട് കുതിച്ചു തുള്ളുകയാണ്. അതുപോലെ ദൈവത്തിന്റെ പെട്ടകം വരുന്നത് കണ്ടുകൊണ്ട് ദാവീദ് പറയുകയാണ്, യഹോവയുടെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു? എങ്ങനെ എന്റെ അടുക്കൽ യഹോവയുടെ പെട്ടകം കൊണ്ടുവരേണ്ടു? 2 സാമുവൽ chapter 6 verse 9. ഇതേ ചോദ്യമാണ്
എലിസബത്ത് അമ്മയോട് ചോദിക്കുന്നത്, why is this granted me that the mother of my Lord should come to me? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇനിയും കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കുമ്പോൾ തുടർന്നും കാണുവാനായിട്ട് കഴിയുന്ന യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ യെരുശലേമിന് പുറത്ത് 3 മാസം വെച്ചു. അതുപോലെ തന്നെ ന്യൂ ആർക്ക് ഓഫ് ദി കവനന്റ്, ന്യൂ ടെസ്റ്റമെന്റിലെ ആർക്ക് ഓഫ് ദി കവനന്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ 3 മാസം യെരുശലേമിന് പുറത്ത് അല്പം പുറത്തായിട്ടുള്ള എലിസബത്തിന്റെ വീട്ടിൽ 3 മാസം പാർത്തതായിട്ടും നമുക്ക് വായിക്കുകയാണ്. ഈ അമ്മ സ്വർഗത്തിൽ കാണപ്പെടുകയാണ് യോഹന്നാന്. ആർക്ക് ഓഫ് ദി കവനന്റ്, സാക്ഷിയും പെട്ടകം യോഹന്നാൻ തുറന്ന സ്വർഗത്തിൽ കാണുന്നു. അതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള വിശദീകരണം പറയുന്നത്, സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കണ്ടു, അവളുടെ തലയിൽ കിരീടവും കാൽ കീഴെ ചന്ദ്രനുമായിരുന്നു എന്നുള്ളത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, പരിശുദ്ധ അമ്മയെ കുറിച്ച് തന്നെയാണിത് പറയുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അമ്മയെ കുറിച്ചുള്ള ദർശനമാണ് ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ളത് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. ഏറ്റവും ശക്തമായ ഒരു വ്യാഖ്യാനവും അത് തന്നെയാണ്. അവൾ ജന്മം നൽകുവാനായിട്ട് ഒരുങ്ങുകയാണ്. പരിശുദ്ധ സഭയിൽ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജനിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് ജന്മം നൽകി സഭയെ പരിപോഷിപ്പിക്കുമ്പോൾ അതിനെ കൊന്നുകളവാനായിട്ടുള്ള പൈശാചിക സർപ്പം, ഡ്രാഗൺ കാത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്മ സ്വർഗത്തിൽ നമുക്ക് വലിയ മധ്യസ്ഥമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ആശയമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. സജീവമായി ഇന്നും സ്വർഗത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ പാദപീഠത്തിൽ ചന്ദ്രൻ അമ്മയുടെ ഒരു പ്രതീകമായി തീർന്നു. പിന്നീട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് തീരുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ഉള്ള വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ അതിൽ പാദത്തിൽ ചന്ദ്രകലയിൽ നിൽക്കുന്നതായിട്ടുള്ള പ്രതീകം ഇതിൽ നിന്ന് കടന്നു വന്നതാകാം. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. യോഹന്നാനെ ഏൽപ്പിക്കുന്ന സമയത്ത് യോഹന്നാൻ ശ്ലീഹയുടെ വിവരണത്തിൽ, സുവിശേഷത്തിൽ 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. താൻ സ്നേഹിച്ച ശിഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് താൻ സ്നേഹിച്ച ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. കർത്താവിനെ സ്നേഹിക്കുന്ന ഏത് ശിഷ്യനോടും പുത്രൻ തമ്പുരാൻ പറയാനുള്ളത് ഇത് തന്നെയാണ്, ഇതാ നിന്റെ അമ്മ എന്നുള്ളത്. ആ ദിവസം മുതൽ അവളെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ടു എന്ന് ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുക. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ ഭവനത്തിൽ കൈക്കൊള്ളുവാനായിട്ട് ഈ നോമ്പിൻ്റെതായിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാനായിട്ട് ആവശ്യപ്പെട്ട പുത്രൻ തമ്പുരാൻ തന്റെ അമ്മയെ എന്തുമാത്രം സ്നേഹിച്ചു എന്നുള്ളത്, അമ്മയെ പുത്രൻ തമ്പുരാൻ സ്നേഹിച്ചതുപോലെ ഒന്നും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നമ്മൾക്ക് അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ അത് പുത്രന് നൽകുന്നതായിട്ടുള്ള മഹത്വവും ബഹുമാനവുമാണ് എന്നുള്ളതിൽ നമ്മൾ അല്പം പോലും സംശയിക്കരുത്. അമ്മയുടെ തിരഞ്ഞെടുപ്പ് വലിയ കുലീനത്വമോ വലിയ പാണ്ഡിത്യമോ വലിയ സൗന്ദര്യമോ വലിയ സമ്പത്തോ ഒന്നും നോക്കിക്കൊണ്ടല്ല. ഒരു സാധാരണ ബാലികയെ കർത്താവിന്റെ ഉപകരണമായിട്ട് തിരഞ്ഞെടുക്കുക. അവളുടെ വിനയം, അവളുടെ താഴാഴ്മ, സ്ത്രീകൾ സകലരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അത് അവൾ തന്റെ ദാസിയുടെ താഴ്ചയെ നോക്കിക്കണ്ടവൻ ഇത് അമ്മയുടെ പാട്ടിൽ പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഏറ്റവും വിനയപ്പെട്ട അമ്മ, എന്നാൽ ധൈര്യപൂർവമായിട്ടുള്ള ദൈവികമായിട്ടുള്ള മിഷനെ, ദൈവികമായിട്ടുള്ള പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുകയാണ്. പല അരുളപ്പാടുകളും അനുഗ്രഹങ്ങളും ദൂതൻ മുഖാന്തരം ലഭിക്കുകയാണ്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നുള്ള പാട്ട് പാടുകയാണ്. എന്നാൽ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഈ ഭാഗ്യാവസ്ഥ എല്ലാം തന്നെ സഹനത്തിൻ്റെതായിട്ടുള്ള വലിയ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഒന്നും സംശയിക്കാതെ, ഒരു ചോദ്യവും ചെയ്യാതെ ഈ സഹനങ്ങളെ മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇതെല്ലാം ദൈവിക പദ്ധതി എന്ന് മനസ്സിലാക്കിയ ഉള്ളതാണ് പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ചും രോഗത്തിന്റെ പ്രയാസത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ രോഗങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അമ്മയെ പോലെ സഹനങ്ങളെ ചോദ്യം ചെയ്യാതെ ഇതിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും കൃപകൾ പ്രാപിപ്പാൻ നമുക്ക് കഴിയും. അമ്മയെ അല്പം പോലും സംശയിക്കാതെ, അമ്മയുടെ മധ്യസ്ഥതയെ അല്പം പോലും സംശയിക്കാതെ
നേരെ മറിച്ച് ഗബ്രിയേൽ മാലാഖ അരുളി ചെയ്തതുപോലെ, എലിസബത്ത് പാടിയതുപോലെ, കർത്താവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ, നിന്നെ വഹിച്ച ഉദരവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ, അമ്മയെ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാനായിട്ട് നമുക്കിടയാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളൊക്കെയും ഭക്തിയോടെ നോമ്പ് നോക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടുതലായ അഭയം പ്രാപിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കാനും സർവശക്തി നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതയാൽ അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.